ലാൽകുമാർ നോക്കൂ, രാഹുൽ വിഷയം കയറി വരുന്നത് ഷാഫി പറമ്പലിന്റെ ഒരു പ്രശ്നത്തിലൂടെയാണ്. ഷാഫി അടികിട്ടി ആശുപത്രിയിൽ കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇമേജ് ബിൽഡിംഗ് ശ്രമിക്കുന്നു എന്ന് CPM പറയുന്ന ഈ കാഴ്ച നടക്കുമ്പോൾ ഒരു വശത്തുകൂടി കയറി വരുന്നത്, ആ സംഭവം നടന്നിട്ട് 24 മണിക്കൂർ ആകുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് വരികയും പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു എന്നത് ഒരു ചെറിയ കാര്യമായി കാണാനാകുമോ? അത് വളരെ രസകരവും ഗൗരവമുള്ളൊരു വിഷയമാണ്. നോക്കൂ, കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാൾ, അയാൾ കോൺഗ്രസ്സിന് വേണ്ടി അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വേണ്ടി റെപ്രസെൻറ്റ് ചെയ്യണ്ട എന്നാണ് കഴിഞ്ഞ ദിവസം വരെയുള്ള ചർച്ചകളിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നിപ്പം കോൺഗ്രസുമായി ബന്ധപ്പെട്ട കാര്യം കോൺഗ്രസ്സിന് വേണ്ടി കോൺഗ്രസിനെ തൊട്ടാൽ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന രാഹുൽ മാങ്കൂട്ടമാണ്. അത് നിങ്ങളത് അദ്ദേഹത്തിൻ്റെ ഭാഷാശൈലി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അദ്ദേഹം കോൺഗ്രസിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. അതെങ്ങനെ ഒക്കും? അത് KPCC പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റാളോ ഓൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഷാഫിയുടെ മൂക്ക് പോയി ഷാഫിയുടെ ചോര വന്നു എന്നുള്ളതിലേക്ക് ഞാൻ വരാം. അതിനുപരി കോൺഗ്രസ് പാർട്ടി തന്നെ പ്രാഥമികമായി ഇയാൾക്കെതിരെ ഒരു നടപടിയെടുക്കുകയും അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി നഷ്ടപ്പെടുകയും കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആൾ ഈ കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ സ്ത്രീകളും ഒരുമിച്ച് ഇയാൾക്കെതിരെ സംസാരിക്കുകയും അതിന് KC വേണുഗോപാലിൻ്റെ ഭാര്യ വരെ സംസാരിക്കുകയും പിന്നീട് അവർക്കെതിരെ ഉൾപ്പെടെ സൈബർ ആക്രമണം നടക്കുകയും ചെയ്തൊരു സന്ദർഭമുണ്ട്. ആ സാഹചര്യം നമ്മൾ കണ്ടതാണ്. അയാൾ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നത് കോൺഗ്രസിൻ്റെ അറിവോടുകൂടിയാണോ? കോൺഗ്രസ് അത് താല്പര്യപ്പെടുന്ന ഒരു വിഷയമാണോ? കോൺഗ്രസ് ഇതിന് എന്താണ് മറുപടി പറയുന്നത്? ഒരു ചോദ്യമാണ്. കാര്യം നിയമസഭ വന്നിട്ട് പോലും അദ്ദേഹത്തിന് സൈഡിൽ കൂടെ പൊക്കോളാനാണ് കുറിപ്പ് എഴുതി കൊടുത്തത്, പൊക്കോളാൻ എഴുതി കൊടുത്തത് നമ്മൾ ഇറങ്ങിപ്പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതാണ് ആദ്യത്തെ വിഷയം. അതിന് കോൺഗ്രസ് മറുപടി പറഞ്ഞേ പറ്റൂ. കാര്യം അത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രശ്നം മാത്രമല്ല, കോൺഗ്രസ് പാർട്ടി സമൂഹത്തിന് കൊടുത്ത ഒരു മെസ്സേജാണ്. ഇയാളെ പ്രാഥമിക അംഗത്തിൽ നിന്ന് MLA ആണോ മന്ത്രിയാണോ എന്നുള്ളതും പ്രശ്നമല്ല, അയാൾക്ക് കോൺഗ്രസ് പാർട്ടിയുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ്. ഒന്നത്. രണ്ട്, ഇവിടെ വന്ന മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് കോൺഗ്രസിൻ്റെ പ്രതിനിധി അങ്ങനെ പറഞ്ഞൊഴിഞ്ഞാൽ ഒക്കില്ല. കാരണം റിപ്പോർട്ടർ ചാനലിൽ നിങ്ങൾ ഒരു ആൻറ്റഗണിസ്റ്റിക് പൊസിഷനിൽ നിങ്ങൾ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. നോക്കൂ, പല ചർച്ചകളും CPIM ആയാലും ഈ പറയുന്ന ഞാൻ പോലും ചില ആങ്കേഴ്സിനെ ഒഴിവാക്കാറുണ്ട്. കാര്യം CPM ഒഴിവാക്കിയ ഒരു ആങ്കറെ ഞാൻ ഹോൾഡ് ചെയ്യില്ല, ഞാൻ അങ്ങനെ പോകാറില്ല. നമ്മുടെ ഒരു പതിവാണ്, നമ്മുടെ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു കാര്യമാണ്. അങ്ങനെ നിൽക്കേ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ചാനൽ കോൺഗ്രസ് പൂർണ്ണമായും ബഹിഷ്കരിച്ച ചാനലാണ്. കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി അവിടെ പോകത്തില്ല. അവിടെ പോകാത്തതിന് രാഷ്ട്രീയ കാരണങ്ങളുണ്ട്, അതുപോലെ തന്നെ ശത്രുതയുമുണ്ട്. കോൺഗ്രസിൻ്റെ സൈബർ ഗ്രൂപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിലെ മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിക്കുകയും അവർക്കെതിരെ ശത്രുതാപരമായ ഒരു സമീപനം എടുക്കുന്നതും വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത്. ഇതിപ്പോൾ കാണുന്നതല്ല, നേരത്തെ തന്നെ കാണുന്നതാണ്. അതുമായിട്ട് ചേർത്ത് വേണം ഈ വിഷയത്തെ വാദിക്കാൻ. അല്ലെ ഒരു ചുമ്മാതൊരു മാധ്യമപ്രവർത്തകൻ സൈഡിൽ കൂടെ പോയി എന്നുള്ളതല്ല. റിപ്പോർട്ടർ ചാനലുമായിട്ട് ഇവർക്ക് ഒരു പ്രശ്നത്തിൻ്റെ പ്രീസിഡൻസ് ഉണ്ട്. ആ പ്രീസിഡൻസിനെ ഇവിടെ സെറ്റിൽ ചെയ്യാണ് അവർ ചെയ്യുന്നത്. കാര്യം കൈ കിട്ടിയപ്പം എന്നാൽ ഇവർക്കിട്ട് പണി കൊടുത്തേക്കാം. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ പറയുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടിങ്ങോ ഈ പറയുന്ന വിഷയവുമായിട്ട് ആധാരമായിരിക്കുന്ന ഒരു കാര്യവുമല്ല. ഈ റിപ്പോർട്ടർ ചാനൽ ഇന്നലെ തൊട്ട് ഈ വിഷയത്തിൽ CPMനെതിരെയും പോലീസിനെതിരെയുമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ വിഷയാടിസ്ഥാനത്തിലാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ പോലീസിനെതിരെയും CPMനെതിരെയും വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ചാനലിനെതിരെ തന്നെ അവിടുത്തെ സാനിയോ മനോമിയും മറ്റൊരാൾക്കെതിരെയാണ് ഈ പറയുന്ന ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. അതെന്തിനാണ്? ഈ വിഷയത്തിൽ റിപ്പോർട്ടർ പൂർണ്ണമായിട്ട് ഇവരുടെ കൂട്ടത്തിൽ നിന്ന ആൾക്കാരല്ലേ. അപ്പം നിന്നപ്പോഴും നിങ്ങൾ എന്തിനാണ് ആക്രമിക്കുന്നത്? അപ്പം കൃത്യമായി ഇത് ഒരു ഗ്രൂപ്പ് ഓഫ് ഹൂളിഗൻസാണ്. ഇവരെന്താ ചെയ്യുന്നത് ഏതാ ചെയ്യുന്നതെന്ന് അറിയാൻ വയ്യാത്ത, തമ്മിത്തല്ലാൻ അല്ലെങ്കിൽ അടിക്കാൻ റെഡിയായി നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അവിടുത്തെ റിപ്പോർട്ടറിൻ്റെ അവതാരക ചോദിക്കുമ്പം പറയുന്നതാണ് നിങ്ങൾ അവിടെ പേടിക്കേണ്ട കാര്യമില്ല, നമ്മൾ സെറ്റിൽ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു എന്ന് DCC പ്രസിഡൻ്റാണ് പറയുന്നത്. അങ്ങനൊരു സാഹചര്യം വരെ ഉണ്ടായി. അതെങ്ങനെ ഉണ്ടായി എന്നുള്ളത് പറയണ്ടേ? ബാക്കി ഇത് ഒരു സത്യസന്ധമായ കാര്യമാണ്. അടുത്തത് നോക്കൂ, സഖാവ് അനിൽകുമാർ ഇവിടുത്തെ പല കാര്യങ്ങളെക്കുറിച്ചും വളരെ ഗൗരവത്തോടുകൂടി തന്നെ സംസാരിച്ചു. ഇവിടെ ഷാഫി പറമ്പലുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് അടുത്ത് വന്നത്. ഷാഫി പറമ്പലിനുമായിട്ട് നോക്കൂ, വ്യക്തിപരമായി എനിക്കും വിരോധമൊന്നുമില്ല, സൗഹൃദമുണ്ടോ എന്ന് വെച്ചാൽ കണ്ടാൽ സംസാരിക്കുകയും ഒരു ചായ കുടിക്കാൻ ഉള്ള പരിചയമുള്ള ഒരാളുമാണ്. ഷാഫി കുറേ നാളുകളായി ഈ പറയുന്ന
റീലുകളുടെ ലോകത്ത്, റിയലിൽ നിന്ന് റീലുകളുടെ ലോകത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിനകത്ത് കോൺഗ്രസിനകത്ത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വലിയ നേതാവാണ്, അദ്ദേഹം വലിയ നേതാവാകുന്നതിലും ഇനിയും അതിലും വലിയ ഉയരത്തിലെത്തുന്നതിലും നമുക്ക് വിരോധമില്ല. പക്ഷേ കോൺഗ്രസിനകത്ത് അദ്ദേഹത്തിനോടൊരു ആൻറ്റഗണിസ്റ്റിക് പൊസിഷൻ എടുത്തിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. കാര്യം കോൺഗ്രസിനകത്ത് വി ഡി സതീശൻ പോലും പറഞ്ഞിട്ട് നടക്കാത്ത രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഇപ്പുറത്ത് ഷാഫിയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നടക്കാതെ പോകുന്നു, വി ഡി സതീശൻ പറയുന്നത് പോലും നടക്കാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് നമുക്ക് വാർത്താലേഖകർ അല്ലെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇത് നമ്മളതിനെ ചേർത്ത് വായിക്കണം. പക്ഷേ എന്നിരുന്നാലും രാഹുൽ മാങ്കൂട്ടം വിഷയത്തിനകത്ത് ഷാഫി പറമ്പിലിന് വലിയൊരു ഇമേജ് ഡീഗ്രഡേഷൻ ഉണ്ടായിട്ടുണ്ട്, ഒരു ഇമേജ് ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. ആ ഡിക്ലൈനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹം നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് ന്യായമാണ്. കാര്യം അദ്ദേഹം നോക്കൂ, അദ്ദേഹം പാലക്കാട് നിന്ന് വടകരയിലേക്ക് പോകുമ്പം ഞാനിവിടെ കാണും, അന്ന് തന്നെ ഒരു ഷോ കാണിക്കുന്ന ഒരു രീതി തന്നെയാണ് അദ്ദേഹം, ഞാൻ ആ ഷോ എന്നുള്ള വാക്ക് അദ്ദേഹം ഒരു വലിയ പ്രകടനം അവിടെ നടത്തിക്കൊണ്ടിരുന്നത്, ഞാനിവിടെ തന്നെ കാണും എന്നുള്ള രീതിയിലൊരു പ്രകടനമാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ കാണിക്കട്ടെ, അത് നമുക്ക് വേണമെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് എങ്ങനെയും ശ്വാസം കിട്ടാനായിട്ടുള്ള, ഈ ജീവിക്കാനുള്ള ശ്വാസം രാഷ്ട്രീയ ജീവൻ കിട്ടാനുള്ള ഒരു ശ്വാസത്തിന് വേണ്ടി ആന്ന് വേണം വിചാരിക്കാം. അദ്ദേഹം രാഹുൽ മാങ്കൂട്ടവുമായ വിഷയത്തിൽ ഒരു കാര്യം പോലും പ്രതികരിക്കാതിരിക്കുകയും സ്ത്രീകൾക്കെതിരെ വളരെ വലിയ ഒരു രീതിയിൽ മോശമായി പ്രവർത്തിച്ച ഒരാളെ, പാർലമെൻറ്റ് മെമ്പർ, കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് അപ്ഹോൾഡ് ചെയ്യുന്ന ആൾ അന്ന് മിണ്ടാതിരിക്കുകയും പിന്നെ ഈ പല ഷോകൾക്ക് ഇറങ്ങി മുന്നിലിറങ്ങി അങ്ങനെ ചെയ്തു കളയും ഇങ്ങനെ ചെയ്തു കളയും അനീതിക്കെതിരെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ടല്ലോ, അത് വർക്കാകത്തില്ല. കാര്യം ഷാഫിക്ക് അത്രയും ഒരു വലിയ കേരളത്തിൻ്റെ വലിയ സ്റ്റേച്ചറുള്ള ഇപ്പോഴത്തെ നേതാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അങ്ങനെ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഇരിക്കുകയല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം അദ്ദേഹം പറയേണ്ടിടത്ത് കാര്യങ്ങൾ പറയാതിരിക്കുകയും ഒരു സുപ്രധാനമായ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനു വേണ്ടി അദ്ദേഹം മൗനം പാലിക്കുകയും ഇതെല്ലാം കണ്ണടച്ച് പല ആൾക്കാരുടെ ആരോപണം ഇദ്ദേഹം കൂടെ അറിഞ്ഞുകൊണ്ടാണ് പല കാര്യങ്ങളും നടന്നിരിക്കുന്നതെന്ന് പറയുന്ന രീതിയിൽ തന്നെ സ്ട്രെച്ച് ചെയ്തുള്ള ഒരു ക്രിറ്റിസിസമാണ് അന്ന് വന്നത്. അതിൽ അദ്ദേഹം മിണ്ടിയിട്ടേ ഇല്ല. അദ്ദേഹം മിണ്ടാതിരുന്നിട്ട് ഇപ്പം അവിടെ വേറെ ഏതെങ്കിലും ഒരു പരിപാടിക്ക് വന്ന് മൂക്ക് പൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം അദ്ദേഹം കേരളത്തിൻ്റെ ഒരു ഫിഗറായി മാറും, പെട്ടെന്ന് യൂത്ത് ഐക്കണൊന്നും ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. യൂത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് മറ്റു വാല്യൂസിനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലാസ്റ്റ് പോയിന്റ് ഞാൻ പറയാം. ഷാഫി പറമ്പിലുമായിട്ട് ബന്ധപ്പെട്ട ഇന്ന് വന്നിരിക്കുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയതും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയതും തമ്മിലൊരു പ്രശ്നം, ഇത് ഞാൻ അനുമാനിച്ചു പറയുന്നതാണ്. ആ അനുമാനത്തിൻ്റെ ഒരു ആനുകൂല്യം എനിക്ക് തരണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നോക്കൂ, ഷാഫി പറമ്പിൽ ഒരു പബ്ലിക് സെക്ടർ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിരുന്നുവെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് എവിഡൻസ് പബ്ലിക് ആവും. എവിഡൻസ് ഒരു ആക്സസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാവും. സർക്കാരിനാണെങ്കിലും CPM-നാണെങ്കിലും ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ ആക്സസിബിൾ ആയിട്ട് വരും. എന്താണ് സംഭവിച്ചത്, പൊട്ടിയോ, യഥാർത്ഥത്തിൽ ഒടിഞ്ഞോ, ഇതിനെക്കുറിച്ച് എനിക്ക് ആ കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ. ആ സംശയത്തിൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, അതും ഞാൻ ആശംസിക്കുകയാണ്. പക്ഷെ പ്രശ്നം ഈ പറയുന്ന മൂക്ക് പൊട്ടി ഒടിവുണ്ടായിരുന്നു, അതിനനുസരിച്ച് എത്രയോ ദൈർഘ്യമേറിയ സർജറി നടത്തി എന്ന് പറഞ്ഞിട്ടുള്ള അത് കഴിഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് സർജറി അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ കഴിഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫ്സ് അല്ല നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. അത് ആ ഫോട്ടോഗ്രാഫ്സ് കാണുന്നത് ഞാൻ അനുമാനിക്കുകയാണ്. സാധാരണ ഇതിലൊരു കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയർ അല്ലെങ്കിൽ സർജറി നടത്തുകയാണെങ്കിൽ ഈ മുഖത്തെ താടി മീശയൊക്കെ ആദ്യം തന്നെ അവർ പഠിച്ചു കളയും. അത് ഡോക്ടേഴ്സ് ചെയ്യുന്ന പ്രൈമറി പ്രോട്ടോക്കോളുകളിലൊന്നാണ്. മീശയൊക്കെ താടിയും വെച്ചുകൊണ്ടൊന്നുമില്ല, ആദ്യം തന്നെ ഇതിനകത്തുനിന്ന് ഇൻഫെക്ഷനൊക്കെ കയറാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ സാധാരണഗതിയിൽ നിങ്ങൾ ഏതൊരു ഓപ്പറേഷൻ പോയി നോക്കുക, അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നാണ് അതൊക്കെ. അത് ശരിയാണ് ഫറൂഖ്, ഞാൻ പറയട്ടെ, നിങ്ങൾ അദ്ദേഹം പൂർത്തിയാക്കട്ടെ. പക്ഷേ ഈ പറഞ്ഞ കാര്യത്തിൽ മാത്രം അല്ലല്ല, ചെറിയൊരു സർജറി എനിക്കും കഴിഞ്ഞ ഒരാളാണ്, പക്ഷെ ഞാൻ വഴങ്ങുന്നില്ല, ഞാൻ വഴങ്ങുന്നില്ല, ഞാൻ പറയുന്നത് ലാലെ, ഞാൻ നിങ്ങൾക്കും വഴങ്ങുന്നില്ല, ലാലിന് ഞാൻ വഴങ്ങുന്നില്ല. നിങ്ങൾ മിണ്ടായിരിക്കാൻ പറയൂ. ഇല്ല, അദ്ദേഹത്തോട് മിണ്ടായിരിക്കാൻ പറയൂ. എന്തിനാണ് ഇതിനകത്ത് നിങ്ങളുടെ ജോലിയാണ്, നിങ്ങളുടെ ജോലിയാണ്, അത് മിണ്ടായിരിക്കാൻ പറയൂ. നിങ്ങളുടെ ലാൽ, നിങ്ങൾ അവതാരകനാണെങ്കിൽ അദ്ദേഹത്തോട് മിണ്ടായിരിക്കാൻ പറയണം. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടും വേണ്ട. ഞാനൊരു കാര്യം പറയുമ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്രജ്ഞ ഞാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞു കേൾക്കൂ. ഞാൻ വളരെ അവധാനതയോടുകൂടിയാണ് കാര്യങ്ങൾ പറഞ്ഞത്. വെയിറ്റ് ചെയ്യൂ, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. കോൺഗ്രസിന്റെ ആൾക്ക് മറുപടി നിങ്ങൾ ശബ്ദം ഉയർത്താതിരിക്കൂ പ്ലീസ്.
നിങ്ങൾ മിണ്ടാതിരിക്കും. ഞാൻ പറയട്ടെ ദയവായി ഫറൂഖ്, ഞാൻ എന്ത് വിളിച്ചു പറയല്ല. പറയുന്നത് സാധാരണ ഞാനല്ലോ, നമുക്ക് തർക്കിക്കാം. ഞാൻ പറയുന്ന കേക്ക് ലാൽകുമാർ ലാൽ പറ്റത്തില്ല. ലാൽ, എനിക്ക് ലാലിന്റെ സപ്പോർട്ട് വേണ്ട. മ്യൂട്ട് ചെയ്യാൻ പറയൂ ലാൽ, മ്യൂട്ട് ചെയ്യാൻ പറയൂ. ഞാനൊരു പോയിന്റ് പൂർത്തിയാക്കും. ഞാനൊരു പോയിന്റ് ലാൽകുമാർ പൂർത്തിയാക്കും. എനിക്ക് പറ്റത്തില്ല. അദ്ദേഹം സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കത്തില്ല. അദ്ദേഹം സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കത്തില്ല. താങ്കൾ ഉറപ്പുവരുത്തും അദ്ദേഹം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഈ ചർച്ച വിട്ട് ഞാൻ ഇറങ്ങിപ്പോകും. എനിക്ക് അദ്ദേഹത്തിനും പറയാൻ ഞാൻ അവസരം കൊടുക്കാം. താങ്കൾ ഒരു കാര്യം പറയുമ്പോൾ കൈരളിയിലായാലും റിപ്പോർട്ടറിലായാലും ഏഷ്യാനെറ്റിലായാലും ഇപ്പുറത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ ഒരിക്കലും ഇടപെടാറില്ല. താങ്കൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ല. അവതാരകനും താങ്കളും തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് വെയിറ്റ് ചെയ്യുന്നു. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞിട്ടേ പോത്തുള്ളൂ. ഞാനത് പറഞ്ഞിട്ടേ പോത്തുള്ളൂ. ലാലേ, നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പുവരുത്താൻ ഫറൂഖിനോടുമുണ്ട്. ദയവായി ഫറൂഖ്, നിങ്ങൾക്ക് ഫറൂഖിനോട് സ്നേഹമുണ്ടോന്നും നിങ്ങൾക്ക് ഫറൂഖിനോട് സ്നേഹമുണ്ടോന്നോ ഷാഫി പറമ്പിലോട് സ്നേഹമുണ്ടോ എന്നുള്ളത് എൻ്റെ വിഷയമല്ല. ഞാൻ പറയുന്ന പോയിന്റ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് എനിക്കറിയാതെ എന്താ ഞാൻ പറയാൻ പോകുന്നതെന്ന്. അതിനകത്ത് കോൺഗ്രസ് പ്രതിനിധിയുടെ അഡീഷൻസ് വേണ്ട, എനിക്ക് അവതാരകന്റെ അഡീഷൻസ് വേണ്ട. കാര്യം ഞാൻ പറയുന്നതിനെ കുറിച്ച് എനിക്ക് ധാരണയുണ്ട്. എനിക്ക് കൈരളിയുടെ അവതാരകന്റെ സപ്പോർട്ട് വേണ്ട. ഈ പറയുന്നതിനിടെ കൂടെ വെയിറ്റ് ചെയ്യും, ഞാൻ പറയട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത പ്രാവശ്യം വരണ്ട. നിങ്ങൾ എത്രയോ ചർച്ചകളിൽ നിങ്ങളെ ഞാൻ പങ്കെടുക്കുന്നതാണ്. ഞാൻ എത്രയോ കാര്യങ്ങൾ പറയുന്നതാണ്. എനിക്കറിയാം, ഞാൻ പറയുന്നതിൽ എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. സാധാരണഗതിയിൽ കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും ഈ സത്യം പറഞ്ഞ ഈ ചർച്ചയ്ക്ക് ഒരു ഡോക്ടറെ കൂടെ വിളിക്കണ്ടായിരുന്നു. നോക്കൂ, ഒരു സ്റ്റിച്ച് ഇടുന്ന കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. എത്രയോ മണിക്കൂറുകൾ എടുത്ത് ഓപ്പറേഷൻ ചെയ്തു എന്നുള്ള രീതിയിലാണ് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതാണ് എൻ്റെ പ്രശ്നം. നിങ്ങൾ അതിനകത്തെ രാഷ്ട്രീയമാണ് എൻ്റെ പ്രശ്നം. അദ്ദേഹത്തിന് ചെറിയൊരു പ്രൊസീജിയറെ ചെയ്തിട്ടുള്ളായിരിക്കാം. ആ ചെറിയ പ്രൊസീജിയറിന് ചെറുതായിട്ട് വാർത്ത മതി. MN വിജയമാഷ് പറഞ്ഞ പോലെ വെണ്ടയ്ക്കാവൽക്കരണം ഉണ്ടല്ലോ വാർത്തയുടെ, അയ്യോ അതീവ ഗുരുതരമായ കാര്യം, ഒടിഞ്ഞു തിരിഞ്ഞു എന്നൊക്കെ പറയുമ്പം അത്ര കോംപ്ലിക്കേറ്റഡ് ആണ് എങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു ആ പ്രോട്ടോകോൾ അവർ ഫോളോ ചെയ്തിരിക്കും. ആ പ്രോട്ടോകോൾ അവർ ഫോളോ ചെയ്തിട്ടില്ല എങ്കിൽ അതിനകത്ത് അത്ര ചെറിയ ഗുരുതരമായ അത്രയും ഇവർ പറയുന്ന വെണ്ടയ്ക്കാവൽക്കരിക്കുന്ന മാധ്യമങ്ങൾ വെണ്ടയ്ക്കാവൽക്കരിക്കുന്ന രീതിയിലുള്ള പ്രശ്നം ഇല്ലാന്ന് തന്നെയാണ്. അത് ഞാൻ ഉറച്ചിരിക്കുക. അത് കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, സതീശന് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അങ്ങനെ തന്നെയാണ് അതിന്റെ സ്ഥിതി. ശരി ലാൽകുമാർ.